ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നൈറ്റ് സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നൈറ്റ് ടൈമിലാണ് നമ്മുടെ സ്കിൻ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ നമ്മൾ ഒരിക്കലും നൈറ്റ് സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എൻ്റെ നൈറ്റ് സ്കിൻ കെയർ എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അധികം താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലെൻസിങ്ങിലാണ്. ഞാൻ ഓൾറെഡി ക്ലെൻസിങ് കഴിഞ്ഞതാണ്. ഞാൻ നോർമലി അങ്ങനെ ഫേസ് വാഷ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. മേക്കപ്പ് റിമൂവറായിട്ട് സാധാരണ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കടലമാവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്ന് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് ഫുൾ ഡേ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഷൂട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല. മേക്കപ്പ് ഇടുമ്പോൾ ഞാനത് നോർമൽ വെളിച്ചെണ്ണ വെച്ചാണ് റിമൂവ് ചെയ്യാറ്. പക്ഷേ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. എൻ്റെ സ്കിന്നിന് എനിക്ക് വെളിച്ചെണ്ണ സ്യൂട്ടബിളാണ്. പിന്നെ ഞാൻ കടലമാവ് യൂസ് ചെയ്താണ് എൻ്റെ ഫേസ് കഴുകുക. രാവിലെ എണീക്കുമ്പോഴും ഒന്ന് ഫേസ് വാഷ് ചെയ്യും, കടലമാവ് യൂസ് ചെയ്ത്. പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് വാഷ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഫേസൊക്കെ നല്ല വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഞാൻ അലോവേറ ജെല്ല് അപ്ലൈ ചെയ്യും. പലർക്കും ഈ അലോവേറയുടെ ഗുണങ്ങൾ അറിയില്ലാത്തതുകൊണ്ടാണ് ആരും അത് യൂസ് ചെയ്യാത്തത്. ഇപ്പം എല്ലാവരും കടയിൽ നിന്ന് ഇൻസ്റ്റൻ്റായിട്ട് വാങ്ങാൻ കിട്ടുന്ന അലോവേറ ജെല്ലാണ് എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് എത്രത്തോളം അലോവേറ കണ്ടന്റ് ഉണ്ടാവും, പക്ഷെ അതിനകത്ത് കുറേ അത് കേടാവാതിരിക്കാനൊക്കെ കുറേ കെമിക്കൽസ് നമ്മുടെ സ്കിന്നിന് ഹാംഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു അലോവേറ പ്ലാന്റ് നമ്മുടെ വീട്ടിൽ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ അലോവേറയിൽ ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ റിങ്കിൾസോ ഫൈൻ ലൈൻസോ ഒന്നും വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെ നല്ലൊരു സംഭവമാണ് അലോവേറ എന്ന് പറയുന്നത്. പിന്നെ UV റേഡിയേഷൻ കൊണ്ട് നമ്മുടെ ഫേസിൽ വലിയ ടാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആകാനും അലോവേറ ഭയങ്കര നല്ലതാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പയ്യെ ഡ്രൈ ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാനത് വാഷ് ചെയ്ത് കളയാറാണ് പതിവ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത അലോവേറ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം. ഈ അലോവേറ എന്ന് പറയുന്ന ഭയങ്കര ഒരു അത്ഭുത ശക്തി തന്നെ ഇതിനുണ്ടെന്ന് പറയാം. കാരണം നമ്മൾ അപ്ലൈ ചെയ്ത് ഫേസ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഭയങ്കര സൂത്തിങ് എഫക്റ്റാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ, എൻ്റെ സ്കിൻ സീക്രട്ട് എന്താണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ അലോവേറയ്ക്കേ കൊടുക്കുള്ളൂ. ഞാൻ എന്ന് അലോവേറ അപ്ലൈ ചെയ്യാറുണ്ട്. ഭയങ്കര ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കിന്നിൽ. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അലോവേറ എപ്പോഴും നമ്മൾ നൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡേ ടൈമിൽ പരമാവധി നമ്മൾ അമ്മയുടെ മാസ്കുകളോ അല്ലെങ്കിൽ അലോവേറ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹാഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ അലോവേറയൊക്കെ അപ്ലൈ ചെയ്തൊന്ന് കഴുകി കണ്ടോ. അലോവേറ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഒരു ഭയങ്കര സൂത്തിങ് എഫക്റ്റാണ്. നമ്മുടെ ഫേസിനൊക്കെ ഭയങ്കര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഫേസിലുള്ള ചുളിവുകളും കാര്യങ്ങളൊക്കെ മാറി കിട്ടാൻ അലോവേറ ഭയങ്കര ബെസ്റ്റാണ്. പിന്നെ ഡെയിലി ഒരു 30 ഡേയ്സ് നമ്മൾ ഈ നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂടെ അലോവേറ ജെല്ലും കൂടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സ്കിന്നിന്. വളരെ നല്ലൊരു സാധനമാണ് അലോവേറ. നമ്മൾ കാശ് കൊടുത്ത് ഒരുപാട് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ പുറകെ പോയില്ലെങ്കിലും നമുക്ക് അലോവേറ ഭയങ്കര ബെസ്റ്റാണ്. പിന്നെ അലോവേറ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഈ അലോവേറയുടെ തണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മഞ്ഞ കറയുണ്ട്, അത് പോകാൻ കുറച്ച് നേരം നമ്മൾ ആ അലോവേറയുടെ തണ്ട് ചാരി വയ്ക്കുക. ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രം അലോവേറയിൽ ആ കറയെല്ലാം പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ചിലർക്ക് ഈ അലോവേറ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കറയോട് കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി അലോവേറ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ ചൊറിച്ചിലോ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത സ്കിൻ കെയർ സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബോഡിഷോപ്പിൻ്റെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു സിറമാണ്. ഡ്രോപ്സ് ഓഫ് ലൈറ്റ് പ്യുവർ ഹെൽത്തി ബ്രൈറ്റനിങ് സിറം. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര റിസൾട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിറമാണ്. ഞാൻ നോർമലി ഇങ്ങനെ സിറം ഒന്നും അപ്ലൈ ചെയ്യാറില്ലാത്ത ഒരാളായിരുന്നു. ബട്ട് ഇതിലേക്ക് ഞാൻ സ്കിൻ കെയറിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയത് ഡെയിലി ഞാൻ മേക്കപ്പ്സ് ചെയ്യുകയും സ്കിൻ ഭയങ്കര ഡാമേജ് ആവുന്ന പോലെ എനിക്ക് തോന്നി.
സോ അതുകൊണ്ട് കുറച്ച് സ്കിൻ കെയർ എടുക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ദ ബോഡി ഷോപ്പിൻ്റെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ഈ സിറം എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സിറം യൂസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ടൈം മേടിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സ്കിന്നിന് പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിറമാണ് എനിക്ക് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് അത്രയും നല്ല റിസൾട്ട് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബോഡി ഷോപ്പിൻ്റെ കുറച്ച് എക്സ്പെൻസീവാണ് എല്ലാ പ്രോഡക്റ്റ്സും. എപ്പോഴും നമ്മൾ സിറം അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ക്ലെൻസിങ്ങിന് ശേഷമാണ് നമ്മൾ സിറം അപ്ലൈ ചെയ്യുന്നത്. ദ ബോഡി ഷോപ്പ് എന്ന ബ്രാൻഡിന് കുറേ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഡ്രോപ്സ് ഓഫ് യൂത്ത്, ഡ്രോപ്സ് ഓഫ് ലൈറ്റ്, അങ്ങനെ കുറേ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഈ സിറത്തിൽ കൊളാജിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ് കൊളാജിൻ, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ടോപ്പിക്സ് ഒക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രോപ്സ് ഓഫ് ലൈറ്റിൻ്റെ ഈ സിറം നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നത് ക്ലിനിക്കലി തെളിയിക്കപ്പെട്ടതാണ്. അതോടൊപ്പം ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെ യൂസ് ചെയ്യാം. അതായത് രാവിലെ എണീക്കുമ്പോഴാണേലും നമ്മൾ കിടക്കുന്നതിന് മുമ്പാണേലും ഈ സിറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ, കണ്ടിന്യൂസ് യൂസിലൂടെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സിറമാണിത്. നല്ലൊരു ബ്രൈറ്റ്നെസ് തരും. അപ്പം നമുക്ക് ഒരുപാടൊന്നും ഇത് ആവശ്യമില്ല. വെറും 3 ഡ്രോപ്സ് മതിയാവും നമ്മുടെ സ്കിന്നിലേക്ക് വേണ്ടിയിട്ട്. ഇതിനകത്ത് റോസ് ഓയിൽ, കാസ്റ്റർ ഓയിൽ, അങ്ങനെ പല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മളെ സ്കിന്നിനെ ഭയങ്കര മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ഈ സിറം എന്തുകൊണ്ടും ഹെൽപ്പ് ചെയ്യും. ദ ബോഡി ഷോപ്പിൻ്റെ ഡ്രോപ്സ് ഓഫ് ലൈറ്റിൻ്റെ ക്രീം യൂസ് ചെയ്യുന്നവർ ഈ സിറം കൂടി യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കണ്ടിന്യൂസ് യൂസിലൂടെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിറം അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ദ ബോഡി ഷോപ്പിൻ്റെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ് ബ്രൈറ്റനിങ് ഡേ ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഡേ ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ്. ഇത്രയും യൂസ് ചെയ്ത് തീർത്തു. ഞാൻ ഒരു മോയ്സ്ചറൈസറും അല്ലെങ്കിൽ ഒരു ക്രീം എന്ത് മേടിച്ച് കഴിഞ്ഞാലും മുഴുവനായിട്ട് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്രീം യൂസ് ചെയ്യുന്നവർ ഇതിൻ്റെ സിറം കൂടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിറം യൂസ് ചെയ്യുന്നവർ ഈ ക്രീമും കൂടി യൂസ് ചെയ്യുക. അപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഡബിളായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ്, വളരെ കുറച്ച് ഡ്രോപ്സ് മാത്രം മതി നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട്. വളരെ കുറച്ച് മതി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത്. നമ്മുടെ സ്കിന്നിലേക്ക് വേഗം അബ്സോർബ് ആകുന്ന ഒരു ടൈപ്പ് മോയ്സ്ചറൈസറാണ്. ഒരു കണ്ടിന്യൂസ് 4 വീക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റർ ആവുകയും നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ക്രീമിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ് ഫ്ലവർ എക്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ ആൽഗ എക്സ്ട്രാക്റ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജെന്യൂനായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫേസിൽ വല്ലാത്തൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതാണ് നൈസ് സ്കിൻ കെയർ റുട്ടീൻ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.